ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇവയാണ്. സോ ഇന്ന് ഞാനൊരു പുതിയ കുക്കിംഗ് റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. പനീർ മട്ടർ കറി. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. നമുക്ക് അപ്പത്തിൻ്റെ കൂടെ, ഇടിയപ്പത്തിൻ്റെ കൂടെ, പൊറോട്ടയുടെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും കഴിക്കാൻ പറ്റിയ ഒരു സംഭവമാണ്. സോ ഈ ടേസ്റ്റി ആയിട്ടുള്ള ഈ കറി എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. സോ ഫസ്റ്റ് നമുക്ക് അതിൻ്റെ മെയിനായിട്ട് രണ്ട് സംഭവങ്ങളുണ്ട് അതിനകത്ത്. അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഇതിൻ്റെ ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് അഫ്കോഴ്സ് യെസ് പനീറാണ്. പനീർ ഇറ്റ്സ് എ പവർ ഓഫ് പ്രോട്ടീൻ, റിച്ച് സോഴ്സ് ഓഫ് പ്രോട്ടീൻ. നല്ല കുട്ടികൾക്കൊക്കെ നല്ലതാണ്, വളർച്ചയ്ക്കൊക്കെ നല്ലതാണ് പ്രോട്ടീൻ ഉണ്ടായതുകൊണ്ട്. സോ പനീറാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യം. പിന്നെ കൂടെ നമ്മൾ പീസും ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മറ്റ് ഇൻഗ്രീഡിയൻസ് നോക്കാം. സോ ഇതാണ് ബാക്കിയുള്ള മൈനർ ഇൻഗ്രീഡിയൻസ്. വി ക്യാൻ സീ ഇത് കാഷ്യൂ നട്ട്സ്, ബിഗ് ഓണിയൻസ്, ടൊമാറ്റോസ്. ഇത് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഇവിടെ ഗാർഡനിൽ പിടിച്ച ടൊമാറ്റോസ് ആണ്, ഫ്രഷ്. പിന്നെ ഗ്രീൻ ചില്ലിയും ഗാർലിക്കും ഈ ബൗളിലുണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് ജിഞ്ചർ, പിന്നെ കറി ലീവ്സും ഉണ്ട്. പിന്നെ ഒരു കാര്യം പറയാൻ മിസ്സായിപ്പോയി. ഈ കറി ലീവ്സ് ആക്ച്വലി ഓപ്ഷനിലാണ്. നമ്മൾ ചേർക്കുന്നേ ഉള്ളൂ. നോർത്ത് ഇന്ത്യൻസ് യൂഷ്വലി ചേർക്കാറില്ല. അമ്മ ഇപ്പം അതൊക്കെ ചോപ്പ് ചെയ്യാനായിട്ട് റെഡി ആയിട്ട് ഇരിക്കുവാണ്. സോ ഇത് ചോപ്പ് ചെയ്തിട്ടാണ് നമ്മൾ എണ്ണയിൽ ഇതൊക്കെ വഴറ്റുന്നത്. നമ്മൾ അരിയുമ്പം വലിയ കഷ്ണങ്ങളായിട്ടാണ് അരിയേണ്ടത്. കാരണം നമ്മളിത് വെണ്ണയിൽ വഴറ്റി കഴിഞ്ഞിട്ട് നമ്മളിത് മിക്സറിലിട്ട് അങ്ങ് അടിച്ചിട്ടാണ് ഇതിൻ്റെ ശരിക്കുള്ള കുക്കിങ്ങിലോട്ട് നമ്മൾ പോകുന്നത്. സോ ഇങ്ങനത്തെ ഒരു വെസലിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പം ആദ്യം അതിൽ വെള്ളമൊക്കെ ഒന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് ഇപ്പം ഓൺ ചെയ്ത് വെച്ചേക്കും. ഇപ്പോൾ ഈ വെള്ളമൊക്കെ ആറിക്കഴിയുമ്പോഴാണ് തുടങ്ങാൻ പോകുന്നത് നമ്മൾ. ഇപ്പം വെള്ളമൊക്കെ വറ്റി എണ്ണ ഒഴിക്കുകയാണ്. ഇത് ഇച്ചിരി അധികം ഓയിൽ വേണ്ട ഒരു കറിയാണ്. സോ എണ്ണ ഒഴിച്ച് കഴിഞ്ഞു. ഓക്കെ, അപ്പം നമ്മൾ സവോളയും പിന്നെ ഇഞ്ചിയും ഗ്രീൻ ചില്ലീസും ഇപ്പം ആഡ് ചെയ്യുവാണ് ഈ എണ്ണയിലോട്ട്. നെക്സ്റ്റ് ഗാർലിക്കിൻ്റെ ടേൺ ആണ്. അത് കഴിയുമ്പം കറി ലീവ്സ്. അപ്പോൾ തന്നെ നല്ല സ്മെല്ല് വന്ന് തുടങ്ങി. ഇനി അണ്ടിപ്പരിപ്പ് ആഡ് ചെയ്യാം. ഹിയർ വി ഗോ. നല്ല ഒരു മിക്സ് കൊടുക്കാം. ഇനിയിപ്പം ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടെ വരാനുണ്ട്. ഞാൻ ആദ്യം കാണിച്ചപ്പം അതിപ്പോൾ ഇതിനകത്ത് ഇട്ടിട്ടില്ല. അത് അമ്മ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താന്ന് ഒന്ന് ഗസ് ചെയ്യോ? അഫ്കോഴ്സ് വി ഫൊഗോട്ട് ദ ടൊമാറ്റോ. കറിക്ക് ആ ഒരു പുളിയുടെ രുചി തന്നെ നൽകുന്നത് ഈ ടൊമാറ്റോ ആണ്. സോ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നൗ ഇറ്റ്സ് പെർഫെക്റ്റ്. ഇനി നമുക്ക് മൂടിയിട്ട് 1 or 2 minutes വേവിക്കാം. സോ ഇത് നല്ല വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് കൂൾ ചെയ്തിട്ട് വേണം. നമ്മൾ ആ ഇൻഗ്രീഡിയൻസ് ഒക്കെ മിക്സഡ് ഗ്രൈൻഡറിലോട്ട് ഇട്ടു. സോ നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് കഴിഞ്ഞു. ഇതുപോലെ തിക്ക് പേസ്റ്റ് ഫോം ആ രൂപത്തിലാണ് നമ്മൾ ഗ്രൈൻഡ് ചെയ്യേണ്ടത്. ഇനി ആ സെയിം വെസൽ തന്നെ നമുക്ക് ലോ ഫ്ലെയിം വെച്ച് ഇച്ചിരി വെളിച്ചെണ്ണ ആഡ് ചെയ്യാം. ഇനി നമുക്ക് 1 സ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്യാം. 1 സ്പൂണും കൂടെ. എനിക്ക് ശരിക്കും എത്രയാണെന്ന് അറിയത്തില്ല, അമ്മയാണ് കുക്ക് ചെയ്യുന്നത്, അത് കാരണമാണ്. ഇപ്പം നമ്മളൊരു 4 to 5 സ്പൂൺസ് മല്ലിപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് മുളക് പൊടി ആഡ് ചെയ്യാം. ഇനി മഞ്ഞൾപ്പൊടി ഇടാം. കുരുമുളക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വേണമെങ്കിൽ ഇച്ചിരിയും കൂടെ വെളിച്ചെണ്ണ ആഡ് ചെയ്യാം. മസാല മുരിഞ്ഞതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കിയ ആ പേസ്റ്റ് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാം. മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നല്ലോണം നമ്മൾ മിക്സ് ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ മൂടി വയ്ക്കാം. എണ്ണ തെളിയുന്നത് വരെ മൂടിയിട്ട് വേവിച്ചതിന് ശേഷം വെള്ളം ആഡ് ചെയ്യാം. ഇതിലോട്ട് നമ്മൾ ഫ്രഷ് ഗ്രീൻ പീസ് ആയിരിക്കും ആഡ് ചെയ്യാൻ പോകുന്നത്. ഇത് ഫ്രോസൺ ഗ്രീൻ പീസ് ആയതുകൊണ്ട് ഇത് പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ്. 1 to 1.5 കപ്പ് ഗ്രീൻ പീസ് നമുക്ക് ആഡ് ചെയ്യാം.
ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത്തിരി ഉപ്പ് ആഡ് ചെയ്യാം. ഇനി ഇച്ചിരി ഗരം മസാല ഇളക്കി കൊടുത്തിട്ട് നേരെ ചൂടുവെള്ളം ചേർത്ത് ചൂടുവെള്ളം ആഡ് ചെയ്യുക. ഇനി നമുക്ക് മൂടിയിട്ട് വേവിക്കാം. ഒരു 200 ഗ്രാം വരുന്നത്ര പനീർ നമുക്ക് ചേർക്കാം. പനീർ നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്യാം. നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള സൈസിൽ ചെയ്യാം. ഇപ്പം സൗകര്യമുള്ള രീതിയിൽ നമുക്ക് ചെയ്യാം. ഹോളായിട്ട് ഇടണമെങ്കിൽ ഹോളായിട്ട് ഇടാം. ഇതിപ്പോൾ അമ്മ കട്ട് ചെയ്താണ് ഇടുന്നത്. പീസ് ഒരു ഹാഫ് ബോയിൽഡ് ആയതിനു ശേഷം നമുക്ക് പനീർ ആഡ് ചെയ്യാം. നമ്മുടെ പനീർ മട്ടർ കറി ഇപ്പം 2 മിനിറ്റ്സിന് ശേഷം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇത് ഉറപ്പായിട്ടും എല്ലാവരും ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ കമൻറ്റ്സ് ടൈപ്പ് ചെയ്യണം. ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. താങ്ക് യു.